വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ. 10ാം ക്ലാസ്സിൻ്റെ യൂണിറ്റ് 1 ചാപ്റ്റർ 3 ഫ്രണ്ട്സ്, റോമൻസ് ആൻഡ് കൺട്രിമെൻ. അതിൻ്റെ ഫസ്റ്റ് ആക്ടിവിറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ് അല്ലേ. ഇനി രണ്ടാമത്തേത് ലെറ്റ്സ് പ്ലേ വിത്ത് വേർഡ്സ്. അതിൽ വരുന്ന മുഴുവൻ ആക്ടിവിറ്റീസും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റിയിലേക്ക് പോവാം. റീഡ് ദ സെൻറ്റൻസ് കെയർഫുള്ളി. താഴെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, അത് വായിക്കാം. I had long been racking my brain for some way of showing him my gratitude. ഇതിൽ നിന്നും റാക്കിംഗ് മൈ ബ്രെയിൻ എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഒരു പിക്ചർ ഉണ്ട്, അവിടെയും ഇതേ വാക്കുകൾ കാണാം. ഐ റാക്ഡ് മൈ ബ്രെയിൻ ട്രൈങ് ടു റിമെമ്പർ ഹിസ് നെയിം. അതിന് മേലെ ഒരു ക്യാപ്ഷനും റാക്ക് യുവർ ബ്രെയിൻ. അപ്പോൾ ആ ഒരു പിക്ചറിൽ നിന്നും നിങ്ങൾക്ക് എന്തോ ഒരു ഐഡിയ കിട്ടിയില്ലേ, എന്താണ് ഈ റാക്ക് യുവർ ബ്രെയിൻ എന്ന് വെച്ചാൽ? വാട്ട് യു തിങ്ക് ഈസ് ദ മീനിങ് ഓഫ് ദ അബവ് ഇമേജ് ആൻഡ് ക്യാപ്ഷൻ? ഇറ്റ് മീൻസ് trying very hard to think of a way to show gratitude or remember something. നമുക്ക് മനസ്സിലായല്ലേ? വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ചിന്തിക്കുക അല്ലേ, നമ്മൾ തല പുണ്ണാക്കി ചിന്തിക്കുക എന്ന് പറയും. അതുപോലെ എന്തോ ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലായി. അത് തന്നെയാണ് ഒരാളുടെ പേര് ഓർക്കാൻ, അല്ലെങ്കിൽ അയാൾക്ക് എങ്ങനെ നന്ദി പറയും എന്ന് ആ രണ്ട് സെൻറ്റൻസിലും കാണാം. റാക്ക് യുവർ ബ്രെയിൻ മീൻസ് ടു തിങ്ക് വെരി ഹാർഡ്, വളരെ കഷ്ടപ്പെട്ട് ചിന്തിക്കുക എന്നാണ് അതിനർത്ഥം. The picture gives you an idea about the meaning of the idiomatic expression rack one's brain. It means to make great effort to think of or remember something. ഒരു കാര്യം ഓർത്തെടുക്കാനായിട്ട് നമ്മളിങ്ങനെ തല ഇങ്ങനെ പെരിപ്പിക്കുക, പുണ്ണാക്കുക എന്ന് പറയാം അല്ലേ. റാക്ക് എന്ന് പറഞ്ഞാൽ ശരിയായ അർത്ഥം ഞെരുങ്ങുക എന്നാണ്. കറക്റ്റ് അതിൻ്റെ മീനിങ് പറഞ്ഞാൽ ബ്രെയിൻ ഞെരുങ്ങുക എന്നാണ്. പക്ഷെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു കാര്യം ചിന്തിക്കാൻ വേണ്ടി ഇങ്ങനെ നല്ല എഫേർട്ട് ഇടുക. അങ്ങനെയാണെങ്കിൽ ഗസ് ദ ഇഡിയം. താഴെ മറ്റൊരു പിക്ചർ കൂടി കാണാം. അതിൻ്റെ ഇഡിയം എന്തായിരിക്കും? വളരെ ഫേമസ് ആയ ഒരു ഇഡിയമാണത്. ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. എന്ന് വെച്ചാൽ എന്താ, പൂച്ചയും പട്ടിയും മഴയായിട്ട് പെയ്യുന്നു എന്നാണോ? അല്ല, അതിനർത്ഥം ഇറ്റ്സ് റെയിനിങ് വെരി ഹെവിലി, ശക്തമായ മഴയാണ് എന്നാണ് അതുകൊണ്ട് അർത്ഥം. ക്യാൻ യു നൗ വിഷ്വലൈസ് ദ ഫോളോയിങ് ഇഡിയംസ് ആൻഡ് മേക്ക് സെൻറ്റൻസസ് വിച്ച് ഈച്ച് ഓഫ് ദം? അങ്ങനെയാണെങ്കിൽ ഇനി കുറച്ച് ഇഡിയംസ് നമുക്ക് തരുവാണ്. അത് നമ്മുടെ മനസ്സിൽ നമുക്ക് അതിൻ്റെ ഒരു പിക്ചർ ഉണ്ടാക്കാം. ഇപ്പോൾ ഇതിൻ്റെ രണ്ട് പിക്ചേഴ്സ് കണ്ട പോലെ അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിലൊരു പിക്ചർ ഉണ്ടാക്കാം. കൂടാതെ അതിനെക്കുറിച്ച് ഒരു സെൻറ്റൻസ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, ഹോൾഡ് യുവർ ടങ്. നിങ്ങളുടെ നാവ് പിടിച്ചു വയ്ക്കുക. അതിനർത്ഥം എന്തായിരിക്കും? സ്റ്റേ സൈലൻറ്റ് അല്ലേ, അല്ലെങ്കിൽ ഡോണ്ട് സ്പീക്ക്, സംസാരിക്കരുത്, അല്ലെങ്കിൽ നിശബ്ദരായി ഇരിക്കുക. ആ സെൻറ്റൻസിൽ എങ്ങനെ എഴുതാം? ഐ ഹാഡ് ടു ഹോൾഡ് മൈ ടങ് ഈവൻ ദോ ഐ വാസ് വെരി ആംഗ്രി. ഞാൻ വളരെ ദേഷ്യത്തിലാണ് എങ്കിലും എനിക്ക് എൻ്റെ നാവ് പിടിച്ചു വെക്കേണ്ടതായിട്ട് വന്നു. എന്ന് വെച്ചാൽ എന്താ, എനിക്ക് സൈലൻ്റ് ആയിട്ടിരിക്കേണ്ടതായി വന്നു. രണ്ടാമത്തതാണ് സ്പിൽ ദ ബീൻസ്. സ്പിൽ എന്ന് പറഞ്ഞാൽ എന്താ? തെറിക്കുക. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് റിവീൽ എ സീക്രട്ട്, ഒരു രഹസ്യം പുറത്താക്കുക. അപ്പോൾ സെൻറ്റൻസിൽ എങ്ങനെ എഴുതാം? റാണി ആക്സിഡൻ്റലി സ്പിൽഡ് ദി ബീൻസ് അബൌട്ട് ദ സർപ്രൈസ് പാർട്ടി. സർപ്രൈസ് പാർട്ടിയെക്കുറിച്ചുള്ള ബീൻസ് അറിയാതെ റാണി വിതറിയെന്നാണോ? അല്ല, സർപ്രൈസ് പാർട്ടിയെക്കുറിച്ചുള്ള ആ സീക്രട്ട് അറിയാതെ എന്ത് ചെയ്തു? റാണി പുറത്തു പറഞ്ഞു പോയി. അടുത്തതാണ് എ പീസ് ഓഫ് കേക്ക്. പീസ് ഓഫ് കേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതെങ്ങനെ ഒരു ഇഡിയമാകുന്നത്? അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ സംതിങ് വെരി ഈസി. വളരെ എളുപ്പമുള്ള ഏതൊരു കാര്യത്തെക്കുറിച്ചും നമുക്ക് ഈ ഒരു ഇഡിയം ഉപയോഗിച്ച് പറയാം. ഒരു സെൻറ്റൻസ്, ദ ടെസ്റ്റ് വാസ് എ പീസ് ഓഫ് കേക്ക് ബിക്കോസ് ഐ ഹാഡ് സ്റ്റഡീഡ് വെൽ. ഞാൻ നന്നായി പഠിച്ചിരുന്നു, അതുകൊണ്ട് ആ ടെസ്റ്റ് എനിക്കൊരു പീസ് ഓഫ് കേക്ക് ആയിരുന്നു. എന്ന് വെച്ചാൽ എനിക്കത് വളരെ ഈസി ആയിരുന്നു. ലാസ്റ്റ്, ദി ഐസിങ് ഓൺ ദ കേക്ക്. നമ്മളും കേക്കിൻ്റെ മേലേക്ക് ഇങ്ങനെ ഐസിങ് ഒക്കെ ചെയ്യാറുണ്ടല്ലേ. എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ മീനിങ് എന്താ? സംതിങ് ദാറ്റ് മേക്സ് എ ഗുഡ് സിറ്റുവേഷൻ ഈവൻ ബെറ്റർ. നല്ലൊരു കാര്യത്തെ കൂടുതൽ നന്മയുള്ളതാക്കുന്നത് എന്താണോ അതിനെ നമുക്ക് എന്ത് പറയാം? ഐസിങ് ഓൺ ദ കേക്ക്. കേക്ക് ഓൾറെഡി നല്ലൊരു സാധനമാണല്ലേ, അതിൻ്റെ മേലെ ഐസിങ്ങും കൂടി ചെയ്താലോ അടിപൊളിയാവും. അതുപോലെ നല്ലൊരു കാര്യത്തെ കൂടുതൽ നന്മയുള്ളതാക്കി തീർക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇഡിയം യൂസ് ചെയ്യാം. എക്സാമ്പിൾ അല്ലെങ്കിൽ സെൻറ്റൻസ്, വിന്നിങ് ദ ഗോൾഡ് മെഡൽ വാസ് ഗ്രേറ്റ് ആൻഡ് ദ പ്രൈസ് ഫ്രം ദ പ്രിൻസിപ്പൽ വാസ് ഐസിങ് ഓൺ ദ കേക്ക്. ഗോൾഡ് മെഡൽ കിട്ടിയപ്പോൾ തന്നെ സന്തോഷമായി, അതിൻ്റെ കൂടെ നമ്മുടെ പ്രിൻസിപ്പൽ എന്നെ പുകഴ്ത്തും കൂടി ചെയ്തപ്പോൾ അത് ശരിക്കും കേക്കിൽ ഐസിങ് ചെയ്തതുപോലെ. എന്ന് വെച്ചാൽ എന്താ? യെസ്, നല്ല സിറ്റുവേഷൻ കുറച്ചും കൂടി മനോഹരമായതുപോലെ. ക്രിയേറ്റ് ആൻ ഇഡിയം പിക്ഷണറി ആൻഡ് എൻജോയ് യൂസിങ് ഇഡിയംസ് യു ഹാവ് കളക്റ്റഡ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ഇഡിയംസ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ, അത് നമ്മൾ യൂസ് ചെയ്യാൻ പറയുന്നു. അതിൻ്റെ കൂടി ഇഡിയം പിക്ഷണറി ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നു. ആ പിക്ഷണറിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നല്ലേ. ഒരു പിക്ചർ ഫോമിൽ അത് പ്രസൻറ്റ് ചെയ്യുക ഇഡിയം. ഇപ്പോൾ രണ്ടെണ്ണം ഇവർ ഓൾറെഡി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ഇല്ലേ, ആ മനുഷ്യൻ കുടയുമായി പോകുന്നത്, അതൊരു പിക്ചർ റെപ്രസെൻറ്റേഷൻ ആണ്. അതുപോലെ റാക്കിംഗ് ബ്രെയിൻ, ആ കുട്ടി ഇങ്ങനെ ആലോചിക്കുന്നതായിട്ട്. അതുപോലെ നമ്മളോട് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നു. പിക്ചർ മാത്രം പോരാ, ഇല്ലുസ്ട്രേഷൻ. അവിടെ നമുക്ക് പിക്ചർ കൊടുക്കാം. ഇഡിയം, ഏതാണ് ഇഡിയം എന്ന് എഴുതുക. ഡെഫിനിഷൻ, ആ ഇഡിയത്തിൻ്റെ മീനിങ് എന്താണെന്ന് എഴുതുക. സെൻറ്റൻസ്, അതൊരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുകയും ചെയ്യുക. ഇവിടെ ഞാനൊരു ഇഡിയം ഡിക്ഷണറി തരാം. സ്പിൽ ദ ബീൻസ് അല്ലേ, നമുക്ക് കാണാം ശരിക്കും ബീൻസ് വിതറുന്നതായിട്ടും കാണാം. ഒരാൾ ഒരു സീക്രട്ട് പുറത്ത് അറിയാതെ പറഞ്ഞു പോകുന്നതായിട്ടും നമുക്ക് ആ പിക്ചറിലൂടെ കാണിക്കാം. അതിൽ തന്നെ ആ ഒരു പിക്ഷണറിയിൽ തന്നെ അതിൻ്റെ ഡെഫിനിഷനും കൊടുത്തിട്ടുണ്ട്,
അതൊരു സെൻറ്റൻസിൽ ഉപയോഗിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇഡിയം എടുത്തിട്ട് പിക്ചറും ഡെഫിനിഷനും സെൻറ്റൻസും ഒക്കെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതൊരു ഇഡിയം ഡിക്ഷണറിയായി മാറും. അങ്ങനെ ഇഡിയം ഡിക്ഷണറി ഉണ്ടാക്കുന്നത് വഴി നമ്മൾ ആക്ടിവിറ്റി 1 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ആക്ടിവിറ്റി 2ലേക്ക് പോവാം. ആക്ടിവിറ്റി 2, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ഇൻ ദ ആറ്റിക്. യെസ്, നമ്മൾ പഴയ ചാപ്റ്ററിലേക്ക് നമ്മൾ തിരിച്ചു പോവാണ്. നമ്മുടെ വ്ലാഡിസ്ലോ സ്പിൽമൻ്റെ ഐ പ്ലേഡ് ചോപ്പിൻസ് നോക്ടേൺ ഇൻ സി ഷാർപ്പ് മൈനർ. ഇതാരാ പറയുന്നത്? വ്ലാഡിസ്ലോ സ്പിൽമൻ ആണല്ലേ. ഓഫീസർ നമ്മുടെ റൈറ്ററിനോട് എന്തെങ്കിലും പിയാനോയിൽ പ്ലേ ചെയ്യാൻ പറയുമ്പോൾ സി ഷാർപ്പ് മൈനറിൽ ഒരു നക്ടേൺ പ്ലേ ചെയ്തതായിട്ട് പറയുന്നുണ്ട് അല്ലേ. നൊക്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിശാഗീതം എന്നൊക്കെ പറയും. രാത്രിയിൽ പാടുന്ന ഒരു തരം മെലോഡിയസ് ആയ ഒരു പാട്ടാണ്. ലെറ്റ്സ് ലിസൺ ടു ദ നൊക്ടേൺസ് ബൈ ദ റെനൗഡ് കമ്പോസേഴ്സ് ഫ്രെഡറിക് ചോപ്പിൻ ആൻഡ് ജോൺ ഫീൽഡ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഫേമസ് ആയ കമ്പോസേഴ്സ് ആണ്. ഇവർ കമ്പോസ് ചെയ്ത നൊക്ടേൺസ് നിങ്ങൾക്ക് കേൾക്കാം. ഓഡിയോ. മ്യൂസിക് ഇവോക്സ് ഇൻ അസ് എ റേഞ്ച് ഓഫ് ഇമോഷൻസ് അല്ലെ. പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇമോഷൻസ് നമ്മളിൽ അത് ഉണർത്തുന്നുണ്ട്. ഡിഡ് ദ നൊക്ടേൺസ് യു ജസ്റ്റ് ലിസൺ ടു ഇവോക്ക് ഇൻ യു എനി മെമ്മറി ഓർ അസോസിയേഷൻ? അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെമ്മറിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ട് അത് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? യു മേ യൂസ് എ സ്പേസ് ബിലോ ടു റൈറ്റ് എ ഫ്യൂ വേർഡ്സ് അബൌട്ട് ഇറ്റ്. ഇപ്പോൾ നിങ്ങൾ കേട്ട നക്ടേണിനെ കുറിച്ച് കുറച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതണമെങ്കിൽ ഈ ഒരു സ്പേസിൽ എഴുതാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം. യെസ്, ദ നൊക്ടേൺ മെയ്ഡ് മീ ഫീൽ കാം ആൻഡ് പീസ്ഫുൾ. ഇത് കേട്ടപ്പോൾ എനിക്കത് വളരെ ശാന്തി നൽകിയല്ലേ എൻ്റെ മനസ്സിന്. ദ ജെൻറ്റിൽ പിയാനോ നോട്ട്സ് റിമൈൻഡഡ് മീ ഓഫ് ക്വൈറ്റ് റെയിനി ഈവനിങ്സ് അറ്റ് ഹോം. ഇത് കേട്ടപ്പോൾ വീട്ടിൽ ഞാൻ വൈകുന്നേരം മഴയുള്ള സമയത്ത് ഇങ്ങനെ ഇരിക്കാറുണ്ട്. അത് എനിക്ക് ഓർമ്മ വന്നു. ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് വാച്ചിങ് ദ സ്റ്റാർസ് ഇൻ ദ നൈറ്റ് സ്കൈ. മേലേക്ക് നോക്കുമ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങളൊക്കെ നോക്കിയിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഫീലിംഗ് റിലാക്സ്ഡ് ആൻഡ് തോട്ട്ഫുൾ അല്ലേ. എൻ്റെ മനസ്സും ശരീരമൊക്കെ ആകെ റിലാക്സ്ഡ് ആയി. ദ മ്യൂസിക് ബ്രോട്ട് എ സെൻസ് ഓഫ് കംഫർട്ട് ആൻഡ് നൊസ്റ്റാൾജിയ. ഈ മ്യൂസിക് കംഫർട്ട് മാത്രമല്ല ഒരു നൊസ്റ്റാൾജിയ ഫീലും എന്നിൽ ഉണർത്തി. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ആ ബോക്സിൽ നിങ്ങൾക്ക് എഴുതാം. അവിടെ ഒരു ബ്ലൂ ബോക്സ് കൂടി കൊടുത്തിട്ടുണ്ട്. ചോപ്പിൻ കമ്പോസ്ഡ് 21 നൊക്ടേൺസ് ബിറ്റ്വീൻ 1827 ആൻഡ് 1846. 1827 മുതൽ 1846 വരെയുള്ള കാലഘട്ടത്തിൽ ചോപ്പിൻ എത്ര നൊക്ടേൺസ് ആണ് കമ്പോസ് ചെയ്തത്? 21. These are often considered to be among the finest short solo piano compositions. ഇതുവരെ കമ്പോസ് ചെയ്യപ്പെട്ട സോളോ അല്ലെ തനിയെ ഒരാൾ ചെയ്ത ഷോർട്ട് പിയാനോ കോമ്പോസിഷൻസിൽ ഏറ്റവും അടിപൊളി അല്ലെങ്കിൽ ഏറ്റവും മനോഹരം എന്ന് കരുതുന്ന ഒരു കോമ്പോസിഷനാണ് ഇത്. വ്ലാഡിസ്ലോ സ്പിൽമൻ പ്ലേഡ് ദിസ് മ്യൂസിക് ഇൻ ഹിസ് ലാസ്റ്റ് ലൈവ് ബ്രോഡ്കാസ്റ്റ് ഫോർ പോളിഷ് റേഡിയോ. നമ്മുടെ ഓഫീസർ ചോദിച്ചപ്പോഴും വ്ലാഡിസ്ലോ സ്പിൽമൻ ഇത് തന്നെയാണ് പ്ലേ ചെയ്തത്. കൂടാതെ അദ്ദേഹത്തിൻ്റെ പോളിഷ് റേഡിയോയിലുള്ള അവസാനത്തെ ലൈവിലും അദ്ദേഹം ഇതേ നോട്ട് തന്നെ പ്ലേ ചെയ്തുകൊണ്ടാണ് ആ ലൈവും അവസാനിപ്പിച്ചത്. അത്രയേ ഉള്ളൂ. നമ്മൾ ആക്ടിവിറ്റി 2 കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ആക്ടിവിറ്റി 3ലേക്ക് പോകാം. പെലായോ ഓൾസോ സെറ്റപ്പ് എ റാബിറ്റ് വാരൻ. നമ്മൾ പിന്നെ ഏറ്റവും ബാക്കിലേക്ക് പോവാണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. നമ്മുടെ ഓൾഡ് മാനെ ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ. അപ്പോൾ അതിലൊരു ലൈനാണ് പെലായോ ഓൾസോ സെറ്റപ്പ് എ റാബിറ്റ് വാരൻ. ഗസ് ദ മീനിങ് ഓഫ് ദി എബവ് സെൻറ്റൻസ്. ആ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താ ശരിക്കും? പെലായോ എസ്റ്റാബ്ലിഷ്ഡ് ഓർ ക്രിയേറ്റഡ് എ റാബിറ്റ് വാരൻ. ഇതിൻ്റെ അർത്ഥം എന്താണ്? പെലായോ ഒരു റാബിറ്റ് വാരൻ ഉണ്ടാക്കി അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തു. ദ വേർഡ്സ് ഗിവൺ ഇൻ ഇറ്റാലിക്സ് ആർ ഫ്രേസൽ വേർബ്സ്. അവിടെ ആ കൊടുത്തിരിക്കുന്ന സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു ഫ്രേസൽ വേർബാണ്. എന്താണ് ഫ്രേസൽ വേർബ്സ്? ഫ്രേസൽ വേർബ്സ് എന്ന് പറയുമ്പോൾ വെർബിൻ്റെ കൂടെ ഒരു പ്രിപ്പോസിഷനും കൂടി ആഡ് ചെയ്യണം. വെർബ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലേ. ഡൂയിങ് വേർഡ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ബ്രിങ് ഒരു വെർബാണ്. സ്പീക്ക്, വാക്ക്, ഡാൻസ്, ആക്ഷൻ വേർഡ്സ് എല്ലാം വെർബുകളാണ് അല്ലേ. ഒരു പ്രവൃത്തി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെർബാണ്. അതിൻ്റെ കൂടെ ഒരു പ്രിപ്പോസിഷനും കൂടി ചേർക്കുക. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ പൊസിഷൻ അല്ലേ, സ്ഥലം കാണിക്കുന്ന വേർഡ്സുകളാണ്. ഇൻ, ഓൺ, അറ്റ്, അപ്പ് എല്ലാം പ്രിപ്പോസിഷനാണ്. അപ്പോൾ വെർബിൻ്റെ കൂടെ ഒരു പ്രിപ്പോസിഷനോ അല്ലെങ്കിൽ ഒരു ആഡ് വെർബോ ചേർക്കുമ്പോൾ അതൊരു ഫ്രേസൽ വെർബായി മാറുന്നു. എന്നാൽ ഇവ രണ്ടും കൂടി ചേരുമ്പോൾ ഉണ്ടല്ലോ ഒരു പുതിയ അർത്ഥമായിരിക്കും അവയ്ക്കുണ്ടാവുക. ഇപ്പം തന്നെ സെറ്റ്, അപ്പ് രണ്ടിനും 2 അർത്ഥങ്ങളാണ്. പക്ഷെ അത് രണ്ടും കൂടി ഒന്നിച്ച് ചേർന്ന ഒരു ഫ്രേസൽ വെർബായി സെറ്റപ്പ്. അതിനൊരു പുതിയ അർത്ഥമാണ് അല്ലേ. ഹിയർ ഈസ് എ ലിസ്റ്റ് ഓഫ് ഫ്രേസൽ വെർബ്സ് ദാറ്റ് ആർ യൂസ്ഡ് വിത്ത് ദ പ്രിപ്പോസിഷൻ അപ്പ്. ഞാൻ പറഞ്ഞു അപ്പ് ഒരു പ്രിപ്പോസിഷൻ ആണല്ലേ. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് അതിൻ്റെ ഡയറക്റ്റ് മീനിങ് അല്ല, മിക്സ് ചെയ്ത് തന്നിരിക്കുകയാണ്. അത് മാച്ച് ചെയ്യുകയാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് ആൻസർ നോക്കാം. ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഇൻട്രൊഡ്യൂസ് ഓർ മെൻഷൻ എ സബ്ജക്റ്റ് ആണെന്നാണ്. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സ്പീക്ക് അപ്പ്, ടു സ്പീക്ക് മോർ ലൗഡ്ലി. ഒരു കുട്ടി ക്ലാസ്സിൽ പറയുന്നത് ഒരു ടീച്ചർക്ക് മനസ്സിലായില്ലെങ്കിൽ ടീച്ചർ എന്ത് പറയും? സ്പീക്ക് അപ്പ്. ഓർ എക്സ്പ്രസ് വൺസ് ഒപ്പീനിയൻ ഫ്രാങ്ക്ലി. മുഖം നോക്കാതെ ഒരു കാര്യം നേരിട്ട് പറയണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? സ്പീക്ക് അപ്പ് എന്ന് പറയാം. മൂന്നാമത്തേതാണ് ഗിവ് അപ്പ്.
അത് നമുക്കറിയാം അല്ലേ. ഗീവ് എന്ന് പറഞ്ഞാൽ കൊടുക്കുകയാണ്, അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിലാണ്. എന്നാൽ ഇവ രണ്ടും കൂടി ചേർന്ന ഒരു ഫ്രേസൽ വെർബ് ഗീവ് അപ്പ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എഫേർട്ടൊക്കെ നിർത്തുക. ടു സ്റ്റോപ്പ് മേക്കിംഗ് ആൻ എഫേർട്ട്. കോൾ അപ്പ്. കോൾ അപ്പ് എന്ന് പറഞ്ഞാൽ ടു സമ്മൺ സമ്മൺ ഓർ കോൺടാക്ട് സമ്മൺ ഓവർ ദ ഫോൺ. ഒരാളെ ഫോണിൽ വിളിക്കുക, അല്ലെങ്കിൽ ഒരാളോട് വരാൻ ആവശ്യപ്പെടുക. അതൊക്കെ കോൾ അപ്പ് എന്ന് പറയുന്ന ഫ്രേസൽ വെർബിൻ്റെ മീനിങ് ആണ്. ടേൺ അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരിക, ടു അറൈവ് അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുക, അപ്പിയർ. ലാസ്റ്റ് വൺ ലുക്ക് അപ്പ്, ടു ഫൈൻഡ് ഓർ സെർച്ച്, തിരയുക എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ലെറ്റ്സ് പ്ലേ ഷെറാറ്റ്സ്. നമ്മളൊക്കെ കളിക്കാറുണ്ടല്ലേ, ഡം ഷെറാറ്റ്സ്. റൈറ്റ് ഡൗൺ സം ഫ്രേസൽ വെർബ്സ് ഓൺ സ്ലിപ്സ് ഓഫ് പേപ്പർ ആൻഡ് ഫോൾഡ് ദം അപ്പ്. കുറച്ച് പേപ്പർ സ്ലിപ്സ് എടുക്കുക, അതിൽ ഓരോ ഫ്രേസൽ വെർബ്സ് എഴുതിയിട്ട് മടക്കുക. പ്ലേസ് ദം ഇൻ എ ബൗൾ. എന്നിട്ട് എന്ത് ചെയ്യുക, അതെല്ലാം കൂടി ഒരു ബൗളിൽ ഇടുക. യു മേ ഈച്ച് പിക്ക് എ സ്ലിപ്പ് ഓഫ് പേപ്പർ ആൻഡ് ആക്ട് ഔട്ട് ദ ഫ്രേസൽ വെർബ് റിട്ടൺ ഓൺ ഇറ്റ്. നിങ്ങൾ ഏതെങ്കിലും അതിലൊരു ഫ്രേസൽ വെർബ് എടുക്കുക, എന്നിട്ട് അത് അഭിനയിച്ച് കാണിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിന്. ദ വൺ ഹു ഫസ്റ്റ് ഗെസ്സസ് ദ ഫ്രേസൽ വെർബ് ബീങ് എനാക്റ്റഡ് വിൽ ബി ദ നെക്സ്റ്റ് ഇൻ ലൈൻ. അപ്പോൾ ആരാണോ അതിന് കറക്റ്റ് ഉത്തരം പറയുന്നത് അടുത്തത് എടുത്തിട്ട് അതേപോലെ അഭിനയിക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ഇത് ക്ലാസ്സിൽ ചെയ്ത് നോക്കണം കേട്ടോ. അതിന് നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾ ഒത്തിരി ഫ്രേസൽ വെർബ്സ് പഠിക്കണം, അതിന് മീനിങ്സ് അറിയണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആക്ട് ചെയ്യാനും ഗസ് ചെയ്യാനും പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു സെക്ഷൻ നമുക്ക് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ്സ് choosing from the given in the box. A large number of curious onlookers എന്ന് പറഞ്ഞാൽ കാണികൾ ഡാഷ് at Pelayo's house. എന്തായിരിക്കും ആൻസർ? പ്രത്യക്ഷപ്പെടുക അല്ലേ, വന്നു, പ്രത്യക്ഷപ്പെടുക എന്നൊക്കെ അർത്ഥം വരുന്നത് ടേൺ അപ്പ് എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ടേൺഡ് അപ്പ് at Pelayo's house. പാസ്റ്റിലാണ് അല്ലേ എഴുതിയിരിക്കുന്നത്. ടു ക്യാച്ച് എ ഗ്ലിംസ് ഓഫ് ദ മിസ്ചീരിയസ് ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. എന്തിനാണ് അവർ വന്നത്? ഈ വിങ്സ് ഉള്ള മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട്. ദേ ഡാഷ് അപ്പ് സ്റ്റോറീസ്. എന്തായിരിക്കും ആൻസർ? മേക്കപ്പ് എന്ന ഫ്രേസൽ വെർബിൻ്റെ അർത്ഥമാണ് ഒരു സ്റ്റോറി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു നുണ ഉണ്ടാക്കുക, ഒരു എക്സ്ക്യൂസ് ഉണ്ടാക്കുക എന്നൊക്കെ. അപ്പോൾ ഇതായിരിക്കും അവിടെ വരിക. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? മെയ്ഡ് അപ്പ് സ്റ്റോറീസ് അബൌട്ട് ഹിം ആൻഡ് അനോയ്ഡ് ഹിം ബൈ ത്രോയിങ് സ്റ്റോൺസ് ആൻഡ് പീസസ് ഓഫ് ഫുഡ് അറ്റ് ഹിം. അയാളെക്കുറിച്ച് കഥകൾ ഉണ്ടാക്കി, എന്നിട്ടോ അയാളെ ശല്യപ്പെടുത്തി അല്ലേ, സ്റ്റോൺസും ഫുഡൊക്കെ അദ്ദേഹത്തിൻ്റെ മേലേക്ക് എറിഞ്ഞുകൊണ്ട്. ദേ ഡിഡ് എവ്രിതിങ് ദേ കുഡ് ടു മേക്ക് ദ മാൻ, അത് നമുക്കറിയാം അല്ലേ, എന്തായിരിക്കും അത്? ഗെറ്റപ്പ്, എഴുന്നേൽക്കുക. അയാളെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ അവർ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു. ആസ് ഓൾ മെൻ ഷോഡ് നോ ഇൻട്രസ്റ്റ് ദേ ഗേവ് അപ്പ് ദ ഐഡിയ ആൻഡ് ലെഫ്റ്റ്. ഗേവ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വിട്ടുകൊടുക്കുക അല്ലേ, ട്രൈ ചെയ്യാതിരിക്കുക. ലുക്ക് അപ്പ് ദ ഡിക്ഷണറി ആൻഡ് മേക്ക് എ ലിസ്റ്റ് ഓഫ് ഫ്രേസൽ വെർബ്സ് ബിഗിനിങ് വിത്ത് ഗെറ്റ് ആൻഡ് നോട്ട് ദെയർ മീനിങ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഡിക്ഷണറി നോക്കി ഗെറ്റ് വെച്ച് തുടങ്ങുന്ന ഫ്രേസൽ വെർബ്സും അതിൻ്റെ മീനിങ്സും കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ ഒരു ഫ്രേസൽ വെർബാണ് ഗെറ്റ് ഓൺ എന്ന് വെച്ചാൽ എന്താ? ഏതെങ്കിലും ഒരു വാഹനത്തിൽ കയറുക, ടു ബോർഡ് എ വെഹിക്കിൾ. ഓക്കെ. ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞാലോ ഒരു വാഹനത്തിൽ നിന്ന് ഇറങ്ങുക, ടു ലീവ് എ ബസ്, ട്രെയിൻ ഓർ അതർ വെഹിക്കിൾ. ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞാലോ ഏതെങ്കിലും ഒരു അസുഖത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഷോക്കിൽ നിന്നും എന്തെങ്കിലും ഡിഫിക്കൽട്ടിയിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യുക, ഗെറ്റ് ഓവർ. ഗെറ്റ് അലോങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിലേഷൻഷിപ്സ് ഉണ്ടാവുക വിത്ത് സമ്മൺ, ആരെങ്കിലുമായിട്ട് നല്ല റിലേഷൻഷിപ്സ് ഉണ്ടെങ്കിൽ ഗെറ്റ് അലോങ് എന്ന് പറയാം. ഗെറ്റ് ത്രൂ എന്ന് പറഞ്ഞാലോ ടു ഫിനിഷ് ഓർ കംപ്ലീറ്റ് സംതിങ്, എന്തെങ്കിലും ഒന്ന് ഫിനിഷ് ചെയ്യുക അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക. ഗെറ്റ് ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവുക. ഗെറ്റ് അവേ എന്ന് പറഞ്ഞാലോ എസ്കേപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒരു വെക്കേഷന് പോവുക. അപ്പോൾ ഇതുകൂടി കംപ്ലീറ്റ് ചെയ്തതോടെ പ്ലേ വിത്ത് വേർഡ്സ് എന്ന സെക്ഷൻ്റെ മുഴുവൻ ആക്ടിവിറ്റീസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവസാനത്തെ ലെറ്റ്സ് അനലൈസ് എന്ന് പറയുന്ന ഒരു സെക്ഷനും അതിൻ്റെ ആക്ടിവിറ്റീസും കൂടി ബാക്കിയുണ്ട്. അതിൻ്റെ വീഡിയോയുമായി എത്രയും വേഗം കാണാം. താങ്ക്